അസുഖമായി മാറും, ദുഃഖമായി മാറും. ശരീരത്തിന്റെ പരിണാമത്തെ ബാധിക്കും ഇതെല്ലാം. അപ്പൊ എന്താണ് വിഷമം വെച്ചാല്, ഒരു നിദ്ര എങ്ങനെയാണ് സ്വന്തം കാലത്തെ കാലോചിതമായിട്ടോ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചോ ഉണ്ടാവുക, എങ്ങനെയാണ് ഉണ്ടാവാതിരിക്കുക? അനിദ്ര എന്താണ്? അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. യഥാവിധി നമ്മള് ഈ ദിനചര്യാദി പ്രോക്ത ആചാരങ്ങളനുസരിച്ച് ജീവിച്ചാല്, സന്തോഷമുണ്ടായാല്, തൃപ്തി ഉണ്ടായാല്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു എന്ന് തോന്നിയാല് നമുക്ക് സന്തോഷം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. അത് രണ്ടും ഉണ്ടാവില്ല നമ്മൾ ചെയ്യാതിരുന്നാൽ. അതാണ് നിദ്രാസ സന്തോഷ തൃപ്തസ്യ സ്വം കാലം നാധിവർത്തതേ. സന്തോഷം ഉണ്ടാവുക, തൃപ്തി ഉണ്ടാവുക, എന്നാൽ നിദ്ര അതിന്റെ കാലത്തെ അതിവർത്തിക്കുന്നില്ല, യഥാവിധി വരും. നിർവൃതികൃത കൃത്യത. നമ്മൾ ചെയ്യാനുള്ള ചെയ്തു കഴിഞ്ഞാൽ ഒരു നിർവൃതി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കൃതകൃത്യത എന്ന് പറയും. ചെയ്യാനുള്ളത് ചെയ്തു, അപ്പൊ സന്തോഷം വന്നു, ഉറക്കം വന്നു. സന്തോഷം വന്നില്ലെങ്കിൽ ഉറക്കം ഉണ്ടാവുമോ? പ്രയാസം. ഒരു സന്തോഷമില്ലാത്ത ഒരാൾക്ക് മനസ്സിന് എന്തെങ്കിലും അലട്ടൽ വന്നാൽ പിന്നെ അതേക്കുറിച്ചായി ചിന്ത, അപ്പൊ ഉറക്കം വരില്ല. അപ്പൊ അത് വളരെ വിഷമുണ്ടാക്കും. മനസ്സിന് ചിന്ത മാറിയാൽ അനിദ്രയും. അപ്പൊ ചിന്തിക്കാനുള്ള ശേഷിയെ നമ്മൾ നിർത്തണം അഥവാ തളർത്തണം. പുതിയ ചിന്തകളെ ഉത്ഭവിക്കാൻ പാടില്ല. മനസ്സ് എന്ന് പറഞ്ഞാല് ചിന്തകൾ വരുന്നതാണല്ലോ, അതിന്റെ പ്രവാഹം തന്നെയാണ് ചിന്തകളുടെ. ചിന്തിക്കുന്നതാണ് ചിന്തം, വിചാരം, ഊഹ്യം, ഇതൊക്കെ മനസ്സിന്റെ പ്രവൃത്തികളാണ്. അപ്പൊ മനസ്സിനെ നമ്മള് നിഷ്ക്രിയമാക്കുക. അതെങ്ങനെയാണ്? ഔഷധങ്ങളെ കൊണ്ടാണെങ്കിൽ അത് വളരെ പാർശ്വഫലങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിനാണ് നമ്മൾ യോഗ്യമായത് ചെയ്യാനുള്ള ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും, തൃപ്തി എനിക്ക്. ചിന്തകൾ വന്നാലും വിഷമം ഉണ്ടായാലും ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ ധാരാളം ഭക്ഷണം കഴിച്ചാൽ, മോരോ കൂട്ടി നല്ല ഭക്ഷണം കഴിച്ചാൽ ചെറുതായൊരു മയക്കം വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് അതിനിദ്രയുടെ കാരണം. അതിനെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വളരെ രസമുള്ള ഏർപ്പാടാണ്. അപച്യമാനോ ബാഹുല്യാൻ ശ്രോതാംശ ആവൃണതേ കഫ തതസ്രോതസ്സു രുദ്ധേഷു കുർവതേ ഗാത്രഗൗരവം ഗുരുഗാത്രസ്യ ച ആലസ്യം ആലസ്യാത് അതിനിദ്രത. അതൊരു അതിനിദ്രയുടെ ഉറവിടമാണ്, രീതിയാണ്. ഭക്ഷണം കഴിച്ചോണ്ട് ചെറുതായിട്ട് മയക്കം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് അപച്യമാനോ ബാഹുല്യ. അപച്യമാനമായിട്ടുള്ള ആഹാരത്തിന്റെ ബഹുലത കൊണ്ട്. സ്രോതാംശി, മനോഹ സ്രോതസ്സുണ്ട്, സ്രോതസ്സുണ്ട്. അതാണ് മറ്റ് ശാസ്ത്രങ്ങളും നമ്മുടെ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം.
മനസ്സിനെ സഞ്ചരിക്കുന്ന സ്രോതസ്സാണ്, മനസ്സിനെ വഹിക്കുന്ന സ്രോതസ്. അനോട്ടമിയിൽ കേട്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഈ സെക്ഷനോ ഫിസിയോളജി അനോട്ടമി ഒന്നും പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടില്ല. മനോഹ സ്രോതസ് എന്താണ് എന്ന് പഠിച്ചിട്ടില്ല. അപ്പോ അതിനെക്കുറിച്ച് അതൊരു പുതിയ പഴയ അറിവാണ്. പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർക്ക് ഒരു പുതുമയുണ്ടാവും. എന്താണ് മനോഹ സ്രോതസ്? മനസ്സിന്റെ ചാനൽ എന്താണ്? ഏത് കമ്പി കൂടി ആ പവർ പോകുന്നത്? എന്താണ് അതിന്റെ റൂട്ട്? ഇപ്പോ ഈ മൊബൈലിലേക്ക് തരംഗങ്ങളില്ലേ, എന്നപോലെ എന്താണ് തരംഗങ്ങൾ? അത് പറയുന്നത് അത്വാൻ മാർഗാൻ മനോവഹാൻ എന്ന് പറഞ്ഞിട്ട് പല രോഗങ്ങളിലും പറയുന്നുണ്ട്, പല രീതിയിൽ. വിമാനസ്ഥാനത്ത് പറയുന്നുണ്ട്, താങ്കരത്തിന്റെ ചില ചിത്തകളിൽ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിനെ വഹിക്കുന്ന സ്രോതസ്സുകൾ ഉണ്ട്, അതീവ സൂക്ഷ്മതമമാണ് എന്ന് ഇവിടുത്തെ ശാസ്ത്രജ്ഞര് അറിഞ്ഞിരുന്നു. അതിനെ തുറക്കാനുള്ള ഏർപ്പാടുണ്ട്. ആ അടവിനെ, സ്രോതോരോധത്തെ തോൽപ്പിക്കാനുള്ള ചികിത്സാരീതികളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ആധുനിക ലോകം, ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോകം, വൈദ്യലോകം, മുൻപുണ്ടായിരുന്ന ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്വന്തം ആലോചിച്ച് തിട്ടപ്പെടുത്താം. ആരാണ് പഴഞ്ചൻ? ആരാണ് ഡെവലപ്പ് ചെയ്യാത്തത്? ഡെവലപ്മെന്റ് കൂടുതൽ എവിടെയായിരുന്നു? അറിവ് കൂടുതൽ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന സ്വന്തം നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുന്നു. അപ്പൊ സ്രോതാംശ ആവൃതയെ കഥ, അവിടെ സ്രോതസ് എന്ന് പറഞ്ഞാല് മനോഹ സ്രോതസ്സാണ്. അപച്യമാനോ ബാഹുല്യ. ഈ കഫം എന്ന് പറയുന്നത് നമ്മൾ തുപ്പണ കഫമല്ല. തുപ്പണ കഫം മലമാണ്, രസധാതുവിന്റെ മലമാണ്. കഫപിത്ത മലാകേഷു പ്രസ്യേതോ നഖരോമച്ച എന്ന് ധാതുക്കളുടെ മലം പറയുന്നുണ്ട്. ആ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇങ്ങനെ സപ്തധാതുക്കളാണ്. ഈ ഓരോ ധാതുക്കൾക്കും മലമുണ്ട്. രസാസ്ത്രൻ മാംസമേധോസ്തി മജ്ജ ശുക്ലാനി ധാതവ, നമ്മൾ ഒന്നാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഓരോ ധാതുക്കൾക്കും മലമുണ്ട്. കഫപിത്ത മലാകേഷു പ്രസ്യേതോ നഗരോമച്ച. കഫം, തുപ്പുന്ന കഫം ആ രസധാതുവിന്റെ മലമാണ്. അപ്പോ കഫം ജാസ്തി വരുന്നവര് രസധാതുവിന്റെ പരിണാമമായിട്ട് രക്തം ഉണ്ടാവുന്നില്ല. അപ്പൊ ശോഷം വരും. അപ്പൊ ശോഷത്തിൽ ആചാര്യം ചോദിക്കുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല എങ്കിലും അറിയാൻ വേണ്ടി സന്ദർഭോചിതമായിട്ട് വന്നപ്പോൾ പറയാണ്, രസോപ്യസിന് രക്തായ മാംസായ കുതയേവത്. രസധാതുവിൽ നിന്ന് രക്തധാതു ഉണ്ടാവുന്നില്ല, പിന്നെ എങ്ങനെയാ മാംസം ഉണ്ടാവുക എന്നാണ്. അപ്പൊ ശോഷം സംഭവിക്കും. ധാതു പരിണാമം യഥാവിധി ആവില്ല. അപ്പൊ അഗ്നിമാന്ദ്യമാണ് അതിന് കാരണം. പരിണാമം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പരിണാമം സംഭവിപ്പിക്കുന്ന അഗ്നി മൂലമാണ്. അപ്പൊ അഗ്നിമാന്ദ്യം. അപ്പോ ഈ മനോഹ സ്രോതസ്സുകള് രോഗം വരുന്നത് എന്തുകൊണ്ടാ? അഗ്നിമാന്ദ്യം തന്നെയാണ്. ഭക്ഷണം കഴിച്ച ഉടനെ അപച്യമാനോ ബാഹുല്യ, അപച്യമാനമായ ആഹാരത്തിന്റെ ബഹുലത കൊണ്ട്, ആധിക്യം കൊണ്ട് മനോഹ സ്രോതസ്സുകൾ ആവരണം ചെയ്യുന്നു കപത്താൽ, കപത്തിന്റെ മലത്താൽ, കപത്താലും. ഉള്ളിലോ പുറമെ അത് ഞെരുക്കുന്നു, സ്രോതോരോധം സംഭവിക്കുന്നു. അപ്പോ സ്രോതോരോധം തതസ്രോതസ് രുദ്ധേഷു പൂർവത്തെ ഗാത്രഗൗരവം. കണ്ണൊക്കെ ചീർക്കും, കാലൊക്കെ ഒരു പെരുപെരുപ്പുണ്ടാവും,
ഒരു പെരുപ്പുണ്ടാവും, ഒന്ന് എവിടെയെങ്കിലും ഇരിക്കണം കിടക്കണം എന്നൊക്കെ തോന്നും. അലസത വരും. ഗുരുഗാത്രസ്ഥ ആലസ്യം. അങ്ങനെ വരുമ്പോൾ നിദ്ര കൂടി വരും, അതിനിദ്രത വരും. അപ്പോൾ ഉറക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധാരാളം ഭക്ഷണം കഴിച്ചാൽ മതിയോ, ദഹിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ മതിയോ എന്ന് ചോദ്യം ഉണ്ടാവും. മരുന്ന് കഴിക്കേണ്ട ഭക്ഷണം കഴിച്ചാൽ മതിയോ? അത് പാടില്ല, അമിതമാവില്ല. അതിമാത്രം പുനഃസർവാൻ ആശുദോഷാൻ പ്രകോപയത് ഭോജനം ഹീനമാത്രം തു ന ബലോപചയോജ. അപ്പോ അമിതമായിട്ടുള്ള ആഹാരം പാടില്ല, സ്രോതസ്സുകളെ കപത്താൽ ആവരണം ചെയ്യാനും പാടില്ല, ഹിതവും മിതവുമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം വേണം. അപ്പൊ എന്താ ചെയ്യാ? അവിടെയാണ് നമ്മൾ കുളിക്കുക. എണ്ണതേപ്പ്, എണ്ണതേപ്പിന്റെ ഗുണത്തിൽ എന്താ പറയുന്നത്? അഭ്യംഗം ആചരേൽ നിത്യം സ ജരാശ്രമവാത ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്ന. സ്വപ്ന ഉറക്കം. സുത്വക്താദാർഢികൾ ശിരശ്രവണ പാദേഷു സംവിശേഷണ ശിരസിലും ശ്രവണത്തിലും കാലിന്റെ അടിയിലും വിശേഷിച്ചും എണ്ണ തേച്ച് ദേഹമാസകലും എണ്ണ തേച്ച് സംവാഹനം ചെയ്ത് കുളിച്ചാൽ സ്വപ്നമുണ്ടാവും, ഉറക്കമുണ്ടാവും. അപ്പൊ എന്തേ വേണ്ടു? സിമ്പിൾ. ഗുളിക കഴിക്കാൻ പോണ്ട ആരും. ഉറക്കത്തിന് ഗുളിക കഴിക്കരുത്. മയക്കുവെടി വെക്കേണ്ടത് സാധാരണ വയലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്. മെരുങ്ങാത്ത ആനയാണല്ലോ മയക്കുവെടി വെച്ച് വീഴ്ത്തുക. അതേപോലെ മെരുങ്ങാത്ത മനുഷ്യനെയാണ് മയക്കുവെടി വെച്ച വലിയ ഉറക്ക ഗുളിക കൊടുത്തിട്ട് മയക്കുക. പറഞ്ഞാൽ മനസ്സിലാവാത്തവരെ. സാധാരണക്കാരന് ഉറക്കം കമ്മിയാവുമ്പോൾ ചെയ്യേണ്ടത് എണ്ണതേപ്പും കുളിയും ഹിതവും മിതവുമായിട്ടുള്ള ആഹാര വിഹാരങ്ങളും. സ്പഷ്ടമായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമില്ലെങ്കിൽ തുടരാം. അപ്പോ അതിനിദ്രയ്ക്കുള്ള കാരണം, അനിദ്രയ്ക്കുള്ള കാരണം, ഇത് രണ്ടും പറഞ്ഞു. പിന്നെ അകാല നിദ്ര കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഇതൊക്കെ ഇപ്പൊ ഈ സാന്ദർഭികമായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ജീവിത ശൈലിയിലും വരുന്നതാണ്. ഇപ്പോ IT രംഗത്തുള്ള ആൾക്കാർ ഇപ്പൊ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസം മുഴുവൻ ഈ മൊബൈൽ കൂടെയാണ്, കമ്പ്യൂട്ടർ കൂടെയാണ്, ഓൺലൈൻ. അപ്പൊ അവർക്കൊക്കെ സമയത്തിന്റെ ക്ലിപ്തതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോ ഉറങ്ങാനുള്ള സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. അപ്പോ അകാല ശയനാത് മോഹ ജ്വരസ്ഥൈമിത്യ പീനസ ശിരോരു കാസ ഹൃല്ലാസ സ്രോതോരോധ അഗ്നിമന്ദത. ഇത് പ്രധാനപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലേ, ഇനി കുറെ പറയാനുണ്ട്. അകാലത്ത് ഉറങ്ങിയാൽ, ഇപ്പോ രാവിലെ ഉണർന്നിരിക്കേണ്ട സമയമായിട്ടുള്ള പ്രഭാതകാലത്ത്, പ്രാതസന്ധ്യയില്, സായാഹ്ന സന്ധ്യയിലൊക്കെ ഉറങ്ങിയാൽ ഉണ്ടാവുന്ന വൈഷമ്യാണ് പറയുന്നത്. ജ്വരം, മോഹാലസ്യം, മോഹം. രണ്ടർത്ഥമുണ്ട് മോഹം എന്ന് പറഞ്ഞാൽ. ആഗ്രഹം എന്നർത്ഥമുണ്ട്. മനസ്സിലുണ്ടാവുന്ന അലസത, അതും വരും. സ്ഥിമിതത, അദ്ദേഹത്തിനൊരു പെരുപ്പ് കൂടുക, ഒന്നും ചെയ്യാൻ ശേഷിയില്ലായ്മ. പീനസം, പീനസം നമ്മൾ സൈനുസൈറ്റിസ് എന്നൊക്കെ പറയില്ലേ, മൂക്കൊലിപ്പ്. ശിരോരുക്ക്, തലവേദന. ചുമ. ഹൃല്ലാസം, ഹൃദയത്തെ സംബന്ധിക്കുന്ന മറ്റു വൈവിധ്യമാർന്ന പല രോഗങ്ങൾ. റോധോരോധം,
സ്രോതോരോധം എന്നൊക്കെ പറഞ്ഞു. എല്ലാതരം സ്രോതസ്സുകളെയും രോധിക്കുക. രക്തവഹ സ്രോതസ്സുകൾ മുതൽ മനോവഹ സ്രോതസ്സുകൾ വരെ, പ്രാണവഹ സ്രോതസ്സുകൾ വരെ. പ്രാണനെ വഹിക്കുന്ന സ്രോതസ്സാണ്. ആ സ്രോതസ് വരെ രോധം ഉണ്ടാവും. പ്രാണന് വരെ വൈഗുണ്യം ഉണ്ടാവും. മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് അഗ്നിമന്ദത, അഗ്നിമാന്ദ്യം, ആഹാരം ശരിക്ക് പചിക്കായിക, പചിച്ച ആഹാരം പരിണാമം സംഭവിക്കായിക, ജഠരാഗ്നി ധാത്വഗ്നികളുടെ വൈഷമ്യം. അതാണ് അകാല ശയനാത്മോഹ ജ്വരസ്ഥൈമിത്യ പീനസ ശിരോരുക്കാസ് ക്രോധോരോധ അഗ്നിമന്ദത. ഇപ്പോ നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും ഭൂമിയിലൊക്കെ ഇപ്പോഴത്തെ ജീവിതചര്യ കൊണ്ട് ഉണ്ടാവുന്ന വൈഷമ്യങ്ങളും ഇപ്പോൾ ഉത്ഭവിക്കുന്നതും ഉത്ഭവിച്ചതായാലും ബാഹുല്യമുള്ളതുമായ എല്ലാതരം രോഗങ്ങളും ഏറെക്കുറെ ഈ അകാല ശയനം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിവെക്കേണ്ടതായിട്ട് വരും. അല്ലാത്തവർക്ക് ഇത്തരം രോഗങ്ങൾ കണ്ടിട്ടില്ല. മോഹം, ജ്വരം, സ്ഥൈമിത്യം, പീനസം, ശിരോരുക്ക്, കാസം, ഹൃല്ലാസം, ക്രോധോരോധം, അഗ്നിമാന്ദ്യം. അങ്ങനെയുള്ള ഈ വലിയ വലിയ 8-9 രോഗങ്ങളാണ്, 9 രോഗങ്ങളാണ് അതിൽ പറയുന്നത് പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ടവയെ നമ്മളിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിന്റെ അനുബന്ധമായിട്ട് ഇപ്പോ അനവധി രോഗങ്ങൾ വരും. നിമിതത കൊണ്ടുണ്ടാവുന്ന കുറെ രോഗം വരും. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക. ഒതുങ്ങിയിരുന്ന എന്താ ഉണ്ടാവുക? നീച്ച് നടക്കാതിരിക്കുക, വ്യായാമം ഇല്ലാതിരിക്കുക. അതന്നെ സുഖമായിട്ട് കണക്കാക്കും. അതിന് നമ്മൾ ആസ്യാസുഖം എന്ന് പറയും, ഇരിക്കാനുള്ള സുഖം. അത് പ്രമേയത്തിന് ഒരു കാരണം. മഹാരോഗമാണല്ലോ പ്രമേയം. അങ്ങനെ അനവധി രോഗങ്ങൾക്ക് കാരണമാണ് ഈ അകാല ശയനം എന്ന് നമുക്ക് സമർത്ഥിക്കാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പ്രാതസന്ധ്യയിലോ സായാഹ്ന സന്ധ്യയിലോ ഉറങ്ങരുത്. ഉണർന്നിരിക്കണം. നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒട്ടും ഉറക്കം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഉറങ്ങിയില്ല, 5 മണിക്കാ ഉറക്കം വന്ന് എന്താ ചെയ്യുക? ഒരു ഒതുക്കിന് 6 മണിക്കാണ്, അപ്പോൾ ഉറങ്ങി നീച്ചത് 8 മണിക്കും. 3 മണിക്കൂർ ഉറങ്ങിയല്ലോ, അപ്പോഴും ഉറക്കം കുറച്ച് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങാൻ വിടരുത്. അങ്ങനെ ഉറങ്ങാൻ വിടാം അസുഖമുള്ളവരെ. വലിയ രോഗമുള്ളവരെ അങ്ങനെ വിടാം, ആരോഗ്യമുള്ളവരെ അങ്ങനെ ചെയ്യാം. തൊഴിലിന്റെ ഭാഗമായിട്ട് ഉറക്കമൊഴിച്ചാലോ ഉറക്കമൊഴിച്ചില്ലെങ്കിലോ എങ്ങനെയായാലും നമ്മൾ പ്രാതകാലത്തുള്ള സന്ധ്യയെയും സൂര്യോദയത്തെ സമയത്തെയും സൂര്യാസ്തമന സമയത്ത് ഉറങ്ങരുത്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ പല മതവിഭാഗങ്ങളിലും, മുസ്ലിമിൽ പ്രത്യേകിച്ച്, ഈ സുബഹി നിസ്കാരങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അഡ്വാൻസിലാ അവരുടെ, എത്ര മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു മതത്തിന്റെ ആചാരമാക്കി മാറ്റിയില്ലെങ്കിൽ ആരും എഴുന്നേൽക്കില്ല. ഹൈന്ദവ രീതിയിലുള്ള ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ സ്വസ്ഥ രക്ഷാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ അത് വെറും വീട്ടിലെ പശുവാണ്, ആരും ചെയ്യണില്ല. അപ്പോൾ നിർബന്ധപൂർവ്വം ചെയ്യുന്നില്ല. സന്ധ്യക്ക് 6 മണിക്കോ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. 4 മണിക്ക് ഉറങ്ങിയിട്ട് 7 മണിക്ക് എഴുന്നേൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ ടൗണുകളിലൊക്കെ. മധ്യാഹ്ന സന്ധ്യ ഉണ്ട്, അത് പിന്നെ പോട്ടേക്കാം. 3 സന്ധ്യയിൽ 2 നോക്കിയാൽ മതി. അപ്പൊ ഇവിടുത്തെ മതപരമായ ആചാരങ്ങളെല്ലാം തന്നെ ആരോഗ്യ സംരക്ഷണത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. മറ്റു വൈവിധ്യമാർന്ന ചില ആചാരങ്ങൾ ഉണ്ടായിരിക്കാം, അത് പിന്നീട് വന്നു ചേർന്നതാണ്. അപ്പോ ഇവിടുത്തെ ഭാരതീയമായിട്ടുള്ള ആചാരങ്ങളെല്ലാം തന്നെ തികച്ചും ആരോഗ്യപൂർണമാണ്, ആരോഗ്യത്തെ മുൻനിർത്തിയാണ്.
ശുദ്ധിയെ മുൻനിർത്തിയാണ്. അപ്പോൾ കുളിക്കാതെ ഒരു ദേവാലയത്തിൽ പോകാൻ പാടില്ല. ശുദ്ധിയാണ്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ശ്രദ്ധിച്ചു നോക്കിയാൽ പറയാം. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലല്ലോ, എങ്കിലും സാന്ദർഭികമായി വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ദയവ് ചെയ്ത് നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ സൂര്യോദയ സമയത്ത് ഉറങ്ങാതിരിക്കുക, സന്ധ്യാസമയത്ത് ഉറങ്ങാതിരിക്കുക. അത് അനുസരിച്ചാൽ തന്നെ ഒരു പകുതി രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാം. കുളിയും ചെയ്യാം, സമയത്ത് കുളിക്കുകയും ചെയ്യാം, എണ്ണതേപ്പും കുളിയും. ഏത് കാലാവസ്ഥയിലായാലും എന്തെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക, യഥാവിധി കുളിക്കുക. പ്രാതകാലത്തും സന്ധ്യാസമയത്തും ഉറങ്ങാതിരിക്കുക. 50% എബവ് 50% ഓക്കെ പരീക്ഷ നോക്കാവുന്നതാണ്. 50% അല്ല, 75% തന്നെ ആയി ആരോഗ്യം, ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക്, രാത്രി തൊഴിലുള്ളവർക്ക് എന്താ, രാത്രി ഉറക്കൊഴിക്കേണ്ടി വന്നാൽ എന്താ ചെയ്യാൻ? അതിനുള്ള വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അസാത്മ്യ ജാഗരാദർത്ഥം പ്രാതസ്വപ്യാത് അഭുക്തവാൻ, അഭുക്തവാൻ സ്വപ്യാത് പ്രാത. ഭക്ഷണം കഴിക്കാതെ പ്രാതകാലത്ത് ഉറങ്ങാൻ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരാൾ 5 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെങ്കിൽ ഉറങ്ങിയില്ല, ഉറങ്ങാൻ സമയം കിട്ടിയില്ല, ഉറക്കൊഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ രാവിലെ കിടക്കുമല്ലോ, ഏതെങ്കിലും സമയത്ത് കിടന്നു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ നേരം, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുൻപേ 2.5 മണിക്കൂർ നേരം ഉറങ്ങണം. അഭുക്തവാൻ സ്വപ്യ പ്രാതകാലത്ത് ഉറങ്ങണം. അത് അപ്പൊ ഉദയസമയം ബാധകമല്ല. ഉദയസമയം വരികയാണെങ്കിൽ സാറില്ല, കുഴപ്പമില്ല, അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോ രാവിലെ ഒരു 3 മണിവരെ ഇരുന്ന് പഠിക്കുന്ന ആള്, അല്ലെങ്കിൽ 5 മണിവരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആള് രാവിലെ 8 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ എന്ന് ചോദിക്കും. അത് പോരാ. അസാത്മ്യ ജാഗര എന്ന് പറയുന്നുണ്ട്. അസാത്മ്യമായിട്ട് നിത്യം ശീലമില്ലാത്ത ഉറക്കൊഴിപ്പിന് മാത്രമേ ഇത് ബാധകമുള്ളൂ, ജീവിത രീതിക്ക് ബാധകമല്ല. അങ്ങനെ ശീലമാക്കിക്കൂടാന്നർത്ഥം. മനസ്സിലായി തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ അത് ഒന്നുകൂടി പറഞ്ഞുതരാം. രാവിലെ എഴുന്നേൽക്കേണ്ടത് ശരീരചിന്താം നിർവൃത്യ എന്ന് പറയുന്നുണ്ട്. ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നത് രാവിലെ ഉണർന്നുടനെ. ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ സ്വസ്ഥോ രക്ഷാർത്ഥം, സ്വസ്ഥോ രോഗമില്ലാത്തവൻ, രക്ഷാർത്ഥമായിഷം. ശരീരം എന്താ നിർവൃത്യ, ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ തലേ ദിവസം കഴിച്ച ആഹാരം ദഹിച്ചില്ല എങ്കിലേ ആ ദഹിക്കുന്നത് വരെ നമുക്ക് ഉറങ്ങാം. അവിടെ ഈ പ്രാതസ്സന്ധ്യ ബാധകമല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ദഹനശക്തി ഇല്ലാത്തവർക്ക്, പിന്നെ തലേ ദിവസം കഴിച്ച ആഹാരം ദഹിച്ചില്ല എങ്കിൽ അവർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണ്ട, അത് കഴിഞ്ഞൊരു ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റാൽ മതി. അങ്ങനത്തെ കൂടി സഹിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ ഉറങ്ങാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയാണ് ഒരു സാമാന്യമായിട്ടുള്ള നിദ്രയുടെ കുറിച്ചുള്ള പരാമർശം. ഇതിനെ വിശദീകരിച്ച് ഓരോ രോഗത്തിന്റെ അവസ്ഥയിലും അതീവ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പല രോഗങ്ങളിലും, ഉന്മാദത്തിലും, മറ്റേ മാനസിക രോഗങ്ങളിലും, അനീമിയയിലൊക്കെ പറയുന്നു. ഉറക്കമില്ലാത്ത അവസ്ഥ, ഭ്രമം, പല രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മള്
നല്ല ശ്രദ്ധിക്കണം. ഉറക്കം പരമപ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം? അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു. ഇത് അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. അത് പരിശോധിച്ചതാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് തലയിൽ തേക്കുന്നതാണോ അതോ ദേഹത്തും തേക്കുന്നതാണോ? തലയിലും ദേഹത്തും ഒക്കെ വേണം. ശിരശ്രവണ പാദേഷു തം വിശേഷേണ ശീലയേത് അഭ്യംഗം ആചരേൽ നിത്യം. നിത്യവും എണ്ണ തേക്കണം. അത് വിശേഷിച്ചും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് ശിരസ്, തല, ശ്രവണങ്ങള്, ചെവിയുടെ ഉള്ളില്, പാദേഷു കാൽവെള്ളയില്. ഈ തലയിലെ ചെവിയുടെ ഉള്ളിലെ കാൽവെള്ളയില് ഒഴിച്ചുകൂടാൻ പാടില്ല. വിശേഷിച്ചും ശീലിക്കണം. ദേഹം മുഴുവൻ തേച്ചാൽ മാത്രം പോരാ, വിശേഷിച്ചും. തല മറന്ന് എണ്ണ തേക്കരുതെന്ന് കേട്ടില്ലേ? തല മറക്കരുത്. തലയിലും ചെവിയുടെ ഉള്ളിലും കാൽവെള്ളയിലും എണ്ണ തേച്ച് കുളിക്കണം. അങ്ങനത്തെ ആൾക്കാർക്ക് ജര ഉണ്ടാവില്ല, ശ്രമം ഉണ്ടാവില്ല, വാതരോഗം ഉണ്ടാവില്ല, ദൃഷ്ടിപ്രസാദം വരും, ആരോഗ്യപുഷ്ടി വരും, ആയുസ് കൂടും. 80 വയസ്സ്, 85 വയസ്സ്, 100 വയസ്സ് വരെ എന്തായാലും ജീവിക്കാം. നല്ല ഉറക്കം ഉണ്ടാവും, ത്വക്കിന് ശക്തി ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, ദൃഢതയുണ്ടാവും. അഭ്യംഗം ആചരേൽ നിത്യം സ ജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ടി ആയു സ്വപ്നസ്വത്വധാർഢ്യകൾ ശിരശ്രവണ പാദേഷു തം വിശേഷേണ ശീലയ. ഇതാണ് ദിവസം എണ്ണ തേക്കണം എന്ന് തന്നെയാ പറയുന്നത്. നല്ലെണ്ണയാണോ പറയുന്നത്? എന്തെണ്ണയാലും കുഴപ്പമില്ല. നമ്മള് എവിടെ ജീവിക്കണം വെച്ചാൽ അവിടെ ലഭ്യമായ നല്ല എണ്ണ. നല്ലെണ്ണ എന്ന് പറഞ്ഞെങ്കിൽ എള്ളെണ്ണയാണ് ഉദ്ദേശിക്കുന്നത്. എള്ളെണ്ണ കിട്ടുമെങ്കിൽ വളരെ ശ്രേഷ്ഠമായി. എള്ളെണ്ണ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപയോഗിക്കാൻ യോഗ്യതയുള്ളതാണ്. എള്ളെണ്ണ, നെയ്യൊക്കെ, വെളിച്ചെണ്ണ എല്ലാം എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. അത് കിട്ടിയില്ല എങ്കിൽ ചില ഭാഗത്ത് കടുകെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഭാരതത്തില്. അതും ആവാം. ശ്രേഷ്ഠമായിട്ട് നല്ലെണ്ണയാണ് എള്ളെണ്ണ. തിലതൈലം, അത് വാദത്തിന്റെ ശമനൌഷധം കൂടിയാണല്ലോ. തഥാ തൈലം കൃതം മധു, വാദത്തിന്റെ ശമനൌഷധം കൂടിയാണ്. ശുദ്ധമായ എള്ളെണ്ണ നല്ലതാണ്. പച്ച വെളിച്ചെണ്ണ തലയിൽ തേക്കരുതെന്ന് പറയുന്നത് ശരിയാണോ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ. അതും തേക്കാം, ലഭ്യത അനുസരിച്ച് തേക്കാം, ഒരു ദോഷവുമില്ല. പക്ഷെ ഈ തണുപ്പ് സ്ഥലങ്ങളില് പച്ച വെളിച്ചെണ്ണ കട്ടയാവും. അപ്പൊ ഒന്ന് കയ്യിലിട്ട് തിരുമ്പി ചൂടാക്കിയതിനു ശേഷം പേസ്റ്റ് പോലെ ആവുമല്ലോ, കട്ടയാവും. അപ്പൊ അത് ചൂടാക്കി ലിക്വിഡ് ആക്കിയതിനു ശേഷം തേക്കാവും. കൈ കൊണ്ട് തിരുമ്പി ചൂടാക്കിയാലും മതി. അമ്മയൊക്കെ ഇങ്ങനെ എന്തോ താളിച്ച് തരുമായിരുന്നു. അമ്മയൊക്കെ പണ്ട് കൊച്ചിൽ എന്തോ ജീരകം താളിച്ചിട്ട് തരുമായിരുന്നു. എന്തോ അതൊക്കെ ചെയ്യാം. അത് ആ എണ്ണയിലുള്ള ജലാംശത്തിനെ കളയാൻ വേണ്ടിയാ. ജലാംശത്തിനെ കളയാൻ വേണ്ടിയാണ്. അതിലെ ജലദോഷം വരും എന്ന് പറയുമായിരുന്നു. ജലദോഷം അംശം ഉണ്ടാവും എള്ളെണ്ണയിലൊക്കെ. അതിനെ കളയാൻ വേണ്ടി. അതിന് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി എണ്ണ. അല്ല പാത്രഭാഗം ചെയ്യാന്ന് പറയും, താളിക്കാന്ന് പറയും, മൂപ്പിക്കാന്ന് പറയും. നീരിറക്കാന്ന മലയാള ഭാഷയിൽ പറയാം. നീര് അറക്കുക. നീര് പറഞ്ഞ ജലം, അതിനെ അറക്കുക, ഇല്ലാണ്ടാക്കുക. തമിഴ്നാട്ടുകാർ അങ്ങനെ തന്നെയാ പറയാം, നീരിറക്കുക, നീർവീഴ്ച എന്നൊക്കെ പറയില്ലേ. അത് താങ്ക് യു. ഇനി ചോദ്യങ്ങൾ ഇല്ലാതെ തോന്നില്ലെങ്കിൽ തുടരാം. ഉറക്കത്തിന്റെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ആഹാരങ്ങളാണ്. ആഹാരങ്ങളില് കുറെ വിരുദ്ധാഹാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
വിരുദ്ധാഹാരങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ചില ഭക്ഷണങ്ങൾ ചേരുമ്പോൾ തമ്മിൽ ചേർക്കുമ്പോൾ അത് ദോഷം വരും, പരിണാമം സംഭവിക്കും. അപ്പോൾ പാൽപ്പായസം കഴിച്ച ഉടനെ നമ്മള് ഇവിടേക്ക് ആൾക്കാർ തൈരും ചോറും കഴിക്കും. ചില സദ്യകളിലൊക്കെ അതൊരു വിരുദ്ധമായിട്ടുള്ള രീതിയാണ്. അങ്ങനെ പാടില്ല. പാൽപ്പായസം കഴിച്ചുകൊണ്ട് ഓരോ തൈര പുളിപ്പുള്ളോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ആമാശയത്തിൽ വെച്ച് അതിന് പരിണാമം. സദ്യകൾ മോരല്ലേ തരുന്നത് സാധാരണ? മോരിന് കുഴപ്പമുണ്ടോ? മോരായാലും പാൽപ്പായസം കഴിച്ചോടനെ മോരോ തൈരോ പുളിപ്പുള്ള ഒന്നും പാടില്ല. പുളിശ്ശേരിയും ഒന്നും പാടില്ല. കൂടെ മോരായാലും തൈരായാലും പുളിപ്പരസാണല്ലോ. ചെറുനാരങ്ങയായാലും അച്ചാറായാലും പാടില്ല. അത് പരിണാമം സംഭവിച്ച അതിന് പിരിക്കും. അപ്പൊ അത് ദോഷം ചെയ്യും, വിരുദ്ധമല്ല. നമ്മളെ മറ്റേ പാലിന്റെ കൂടെ പാടില്ല. പാൽപ്പായസമാണെങ്കിൽ, അതല്ല സാധാരണ ശർക്കര പായസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മോരാവും. ശർക്കര പായസം ആവാം. നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ട്, നാളികേരപ്പാൽ ചേർത്തുള്ള പായസം, അതാണെങ്കിൽ കുഴപ്പമില്ല. പാൽപ്പായസം, പാലട അങ്ങനെയുള്ളതൊക്കെ പാടില്ല. സേമിയ പായസം പാലൊഴിച്ചിട്ടുള്ളത് അതൊന്നും പാടില്ല. മറ്റു പായസങ്ങളൊക്കെ ആവാം, കുഴപ്പമില്ല. അത് ഉപ്പ് ചേർത്താലോ പുളിപ്പ് വന്നാലോ അതിനൊന്നും സംഭവിക്കില്ല, കാര്യമായിട്ട് പരിണാമം സംഭവിക്കില്ല. പിന്നെ ഉള്ളത് വളരെ സിമ്പിളാണ്. വേറൊരു കാര്യം, ഇപ്പോ നമ്മൾ യാത്ര ചെയ്യാണ്. ഇപ്പോ പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുപ്പിവെള്ളം കയ്യിൽ വെക്കും. അപ്പൊ എന്താണ്, അരമണിക്കൂർ നേരം വെള്ളം ദാഹം ഒതുക്കി നിർത്താനുള്ള ശേഷിയില്ലാതെ ആയിപ്പോയി. അരമണിക്കൂർ വെള്ളം ദാഹിച്ചു എന്ന് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മരിച്ചു പോകുന്നു. കുട്ടികളെ വിടുമ്പോ അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർ തന്നെ എപ്പോഴും കയ്യിലിപ്പോ ഒരു വെള്ളക്കുപ്പി ഉണ്ടാവും. ഇവിടെയൊക്കെ കാണില്ല, അവിടെ ഒന്നും എനിക്ക് അറിയില്ല. ഇവിടെ അങ്ങനെയാണ്. ഇവിടുന്ന് പോലെ 1 കിലോമീറ്റർ പോയി വരുമ്പോഴേക്കും ഒരു കുപ്പി കയ്യിൽ വെള്ളം കയ്യിൽ വെച്ചു ബാഗ്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ കുടിക്കുക. അത് ശീലായി. വെള്ളം നല്ല കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം വെള്ളം ദാഹത്തിനെ തടുത്തു നിർത്താനുള്ള മാനസികമായിട്ടുള്ള ശേഷി ഇല്ലായ്മയാണ് ഡെവലപ്പ് ചെയ്യണം. ആഹാരശക്തിയില്ല, ആ സഹനശക്തി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. അപ്പൊ ആഹാരത്തിന് വെള്ളം കുടിക്കേണ്ട സമയം പ്രത്യേകം പറയുന്നുണ്ട്. ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് നടുക്ക് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുക. ഇതാണ് സാമാന്യന് 3 പ്രാവശ്യത്തത്. അതിന് ഓരോ നിയമമുണ്ട്. ഇപ്പോ ഭക്ഷണത്തിന് മുൻപായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആഹാരത്തിന്റെ അടുത്ത് വന്നു, ഇല വെച്ചു അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചു, ഭക്ഷണം വെച്ചു, വെള്ളം വെച്ചു, ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അവൻ അങ്ങനെ ശീലമുള്ള ആൾക്കാർക്ക് ക്രമേണ ഫാറ്റ് ഇല്ലാതെയാവും, തടി കുറയും, ഫാറ്റ് പോകും, ദുർമേധസ് കുറയും. ആഹാരം പകുതി കഴിച്ചതിന് ശേഷമാണ് വെള്ളം കുടിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും, സമാവസ്ഥയിൽ വരും. ആഹാരം കഴിഞ്ഞ ഉടനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തടി പോകും, പരിണാമം പോകും. നമ്മളിവിടെ കേരളീയരെല്ലാം സൗത്ത് ഇന്ത്യ, ആന്ധ്ര വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ അരി ഭക്ഷണത്തിന്റെ ആൾക്കാരാണ്.
അരിഭക്ഷണം കഴിക്കുമ്പോൾ കഞ്ഞി ഒരു വലിയൊരു പ്രധാനപ്പെട്ടതാണ്. അത് ദ്രാവക രൂപത്തിലുള്ള. അത് കഴിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പൊ സമാവസ്ഥയോ കൃശാവസ്ഥയോ സ്ഥൂലാവസ്ഥയോ സംഭവിക്കില്ല. ആസിഡിറ്റീസ് അങ്ങനെ പോകും, ഒരേപോലെയാണ്. അപ്പൊ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല കഞ്ഞി കുടിക്കുന്ന ആൾക്കാർ. ഓരോ ദേശത്തും അവരുടെ ആഹാരക്രമത്തിന് അനുസൃതമായിട്ടാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് വരും. അതാണ് ശരി. ഇപ്പോ കേരളത്തിൽ താമസിക്കുന്ന ഒരാള് രാജസ്ഥാനിൽ പോയി ജൂൺ ജൂലൈ മാസത്തിൽ, ഈ നിയമം അവിടെ ബാധകമല്ല. അവിടെ വെള്ളം കുടിക്കാണ്ടിരുന്ന ഡീഹൈഡ്രേഷൻ വരും. ഡ്രൈ ഏരിയ ആണ്, വേർപ്പ് ഉണ്ടാവില്ല, വേർക്ക് തന്നെ ഇല്ല, ഉള്ള വെള്ളം കൂടി കിട്ടില്ല. അപ്പൊ അവിടെ നമ്മള് വെള്ളത്തിന്റെ അളവ് കൂട്ടണം കാലാവസ്ഥക്കനുസരിച്ച്. തണുപ്പ് സ്ഥലത്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക. മിതമായ സാധാരണ ദേശമാണെങ്കിൽ ഈ പറഞ്ഞതാണ് നിയമം. സമസ്തൂലകൃശ ഭുക്ത മധ്യ അന്ത പ്രഥമാ ഭുവ. ഇതാണ് സാധാരണ ദേശത്തുള്ളത്. 3 ഭൂദേശമാണ് ജാങ്കലം, ആനൂപം, സാധാരണ. അത് സാധാരണ ദേശത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ജാങ്കലത്തിലല്ല, അനൂപത്തിലല്ല. കാലാവസ്ഥക്കനുസൃതമായിട്ടും അത് മാറ്റങ്ങൾ വരും. അപ്പൊ എപ്പോഴാണ് നമ്മൾ ദാഹം വരുന്നത് എന്ന് നോക്കണം. അമിതമായി ദാഹം വരുന്ന ഒരു രോഗമാണ്. ഇപ്പോ പ്രമേഹ രോഗം വരികയാണ് വിചാരിക്കുക. എന്നിട്ട് ആൾക്കാർ അമിതമായി ദാഹം വരും, ചുട്ടുനീറൽ വരും. അവിടെ ദാഹം എന്ന് പറഞ്ഞാൽ വെള്ളം ദാഹം നിർത്തുന്നുണ്ട്, ചുട്ടുനീറല നിർത്തുന്നുണ്ട്. ചില സന്ദർഭങ്ങളില് സർവാംഗീണ തീവ്ര സന്താപമാണ് ദാഹം. വെള്ളം കുടിക്കാനുള്ള ദാഹം വരും, അതും ഈ തീവ്ര സന്താപം തന്നെ. അങ്ങനെ വരുമ്പോൾ, അമിതമായിട്ട് വരുമ്പോൾ അതൊരു തൃഷ്ണ എന്നൊരു രോഗമാണ്. വെള്ളം ദാഹം തൃഷ്ണയുള്ള ഒരു രോഗമാണ്. ആ രോഗത്തില് നമ്മൾ ആദ്യം സങ്കല്പമാണ് ചെയ്യുക. ശീതളച്ചായും ജലാശയത്തെ സങ്കല്പിച്ച് ആ രോഗം ഔഷധമില്ലാതെ മാറ്റാൻ പറ്റും. അതൊരു നല്ല ടെക്നിക്കാണ്. അത്തരം ടെക്നിക്കുകൾ മറ്റ് രോഗങ്ങളിലും നമുക്ക് വേണമെങ്കിൽ പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മളെ ചിന്തകള് ദാഹത്തിനെ അകറ്റും എങ്കിൽ, നല്ല ചിന്തകള് യഥാവിധി നിദ്രയുണ്ടാക്കും, ദഹനശേഷി ഉണ്ടാക്കും. ചിന്തകള് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനസ്സിന്റെ ചിന്തകൾ, വിചാരങ്ങൾ എല്ലാം ദഹനത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും എല്ലാറ്റിനും കാരണം. ഓരോതരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണമൊക്കെ നോക്കേണ്ടതാണ്. അപ്പോ മനസ്സ് വെറുതെ വേവറിങ് മൈൻഡ് ഉണ്ട്, ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കാത്ത അവസ്ഥ. അതാണോ ശരി, ഇതാണോ ശരി, നിശ്ചയിക്കാനുള്ള ശേഷി കുറവ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ചില വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും, രോഗമില്ലാതെയാക്കാൻ പറ്റും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ വല്ലതും വരുന്നുണ്ടോ?
ഒരു 78 വയസ്സായ ആൾക്ക് ആ. ദിവസം 78 വയസ്സായ ഒരാൾക്ക് ദിവസം 7 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാകുമോ? മതിയാവും. മതിയാവും. അപ്പൊ 11 തൊട്ട് 6 വരെ. എന്താ? 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വൃദ്ധത്വം ആയി. ഓ, അപ്പൊ അവർക്ക് വേണമെങ്കിൽ പകലൊന്ന് ഉറങ്ങാം, ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മധ്യാഹ്നത്തിൽ കുറച്ച് സമയം ഉറങ്ങാം. ഓ, രാത്രി സാധാരണ പ്രായം ചെല്ലുമ്പോൾ ഉറക്കം കുറയും എന്നാ പറയാ. അപ്പൊ ഒരു രാത്രി കാലങ്ങളില് ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും ഉറങ്ങണം വയസ്സായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ 6 മണിക്കൂർ. 7 മണിക്കൂർ ധാരാളം മതി. അവര് പ്രവൃത്തി അനുസരിച്ചാണ്. ഇപ്പൊ ചില ആൾക്കാർ ചെറിയ ജോലികൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഉറങ്ങാവുന്നതാണ്, ദേഹത്തിന് ക്ഷീണം മാറ്റാൻ വേണ്ടി. 7 മണിക്കൂർ ധാരാളം മതി, 6 മണിക്കൂർ. നന്ദി. ചില ആൾക്കാർക്ക് ഉറങ്ങിയ തൃപ്തിയാവില്ല, എത്ര ഉറങ്ങിയാലും തൃപ്തിയാവാത്തവരുണ്ട്. അതൊക്കെ ഒരു രോഗമാണ്. എപ്പോഴും ഉറങ്ങിക്കിടക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അതൊക്കെ ഒരു രോഗത്തിന്റെ അവസ്ഥയാണ്. കുട്ടികള്, വൃദ്ധന്മാര്, മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാര്, അത്യധ്വാനം ചെയ്യുന്നവര്, അവർക്കൊക്കെ കുറെ എക്സംഷൻ ഉണ്ട്. രോഗികൾക്ക്, അവർക്കൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളില് ബാധകമല്ല. അവർക്കൊക്കെ ഉറക്കം പോരാതെ തോന്നുകയാണെങ്കിൽ അവർക്ക് ഉറങ്ങാം. കുട്ടികൾ ഉറക്കങ്ങളില്ല. വിദ്യാർത്ഥികളുടെ ലക്ഷണത്തിൽ പറഞ്ഞ ശ്വാനനിദ്ര എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഉറങ്ങുക, കുറച്ച് സമയം ഉറങ്ങുക, പെട്ടെന്ന് നീക്കുക, അങ്ങനെയാണ്. വല്ലാണ്ട് സമയം ഉപയോഗിച്ച് ഉറങ്ങരുത്. നായ്ക്കളുടെ ഉറക്കം എന്നാ പറയുന്നത്. ചില കുട്ടികള് പാൽ കുടിച്ച അപ്പം ഉറങ്ങും, പിന്നെയും നിലവിളിക്കും, പിന്നെയും ഉറങ്ങും. അങ്ങനത്തെ കുട്ടികളുണ്ട്. അത് ബാല്യാവസ്ഥയിലാണ്. അവർക്ക് ഉറങ്ങാം, അവർക്കിത് ബാധകമല്ല. യൗവനാവസ്ഥയില് രോഗമില്ലാത്തവരുടെ കാര്യമാണ് അത് പറയുന്നത്. ഈ നിയമങ്ങൾ സ്വസ്ഥന്മാരുടെ കാര്യമാണ്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമന സ്വസ്ഥ. അതാണ് സ്വസ്ഥന്റെ നിർവചനം. ഈ നിർവചനത്തിൽ പറയുന്ന എല്ലാം ഉള്ള ആൾക്കാരാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. ആ സ്വസ്ഥത കൈവരിക്കാനാണ് നമ്മൾ ദിനചര്യാദി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ ഉറക്കൊക്കെ അതിൽ വരും, ഭക്ഷണം വരും, ആഹാരം വരും. നമ്മൾ കഴിക്കുന്ന ആഹാരം യഥാവിധി കഴിക്കുന്നു, അത് ശരീരത്തിൽ പരിണമിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പരിണമിച്ചാൽ രോഗം ഉണ്ടാവും. എല്ലാം കഴിക്കും, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കും, ഡെയിലി എല്ലാ വൈറ്റമിൻസും എല്ലാം കഴിച്ച് അത്രയും റിച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. അത് രോഗമാണ്. അങ്ങനത്തെ രോഗങ്ങൾ ഇപ്പൊ കൂടി വരികയാണ് ഇവിടേക്കൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ച്. രണ്ടെണ്ണാണ്: അമിത പോഷണം കൊണ്ടുണ്ടാകുന്ന അമിതവണ്ണവും രോഗങ്ങളും, അമിത പോഷണം കൊണ്ട് അത് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ടുണ്ടാവുന്ന, പരിണാമം സംഭവിക്കാത്തതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ. മുൻകാലങ്ങളില് പട്ടിണി മൂലം പോഷകാഹാരക്കുറവുകൊണ്ടുള്ള രോഗങ്ങളായിരുന്നു. ഇപ്പൊ നേരെ വിപരീതമാണ്. ഇവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് പട്ടിണി മൂലം ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എളുപ്പമാണ് മാറ്റാൻ. ഇപ്പോഴുള്ള രോഗങ്ങൾ അത്ര എളുപ്പമല്ല. പലരും ആ സുഖമായ ഭക്ഷണമോ ചെറിയൊരു ഇഷ്ടത്തിനെ പൂർത്തീകരിക്കാൻ ഇഷ്ടമാണ്, അതിന് വിഘ്നം വരുത്താൻ ആൾക്കാർക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമുള്ളൊരു മത്സ്യം നിത്യം ശീലിക്കുന്ന ആൾക്കാർക്ക് അത് ഒഴിവാക്കി കൊണ്ടുള്ള ഭക്ഷണം പറ്റില്ല.
അയ്യോ മത്സ്യം കുട്ടി വായ പൊളിക്കില്ല, ചെറുപ്പത്തിൽ ശീലിപ്പിക്കുകയാണ്. പിന്നെ അത് ദോഷമുണ്ട്. അപ്പോ എൻ്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. ഇപ്പോ രാവിലെ ഉള്ളി, ചുവന്ന മുളക് കൂട്ടിയിട്ട് ഫ്രൈ ആയിട്ട് ചട്നി ഉണ്ടാക്കുന്ന ആൾക്കാർ, അത് മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ അത് ആ ശീലം ഉള്ളവരെ ബ്രെയിൻ ശീലിക്കാനും കുഴപ്പമില്ല, അവർക്ക് മാനസികമായിട്ടുള്ള ചില വൈകല്യങ്ങൾ കാണാറുണ്ട്. പലർക്കും വൈവിധ്യമാർന്ന കാണും. അപ്പോ ഇഷ്ടമൂലാനി ശോകാനി, ഇഷ്ടം കൊണ്ട് നമുക്ക് ശോകം ഉണ്ടാവും. രസമൂല ധ്രുവംഗത, ആർത്തി രസം ടേസ്റ്റ് കൊണ്ട് ഉറപ്പാണ് രോഗം ഉണ്ടാവും. ലോഭമൂലാനി പാപാനി, ലോഭം അത്യാഗ്രഹം, അതുകൊണ്ടും പാപകർമ്മങ്ങൾ ചെയ്യും. ഈ ലോകത്തെയും ഇഷ്ടത്തിനെയും രസത്തിനെയും നമ്മൾ ത്യജിക്കണം. ത്രീണി തെക്വാ സുഖീ ഭവ, സുഭാഷിതാണത്. ലോഭമൂലാനി പാപാനി, ഇഷ്ടമൂലാനി ശോകാനി, രസമൂലാ ധ്രുവംഗത, ത്രീണി തെക്വാ സുഖീ ഭവ. ഇത് എല്ലാവരും പഠിച്ച് ഇതിനെ അനുഷ്ഠിച്ചാൽ മതി, എളുപ്പമാണ്. അപ്പൊ ഈ സുഭാഷിത പഠനം വളരെ അവിഭാജ്യമായിട്ടൊരു ഘടകമാണ് വിദ്യാഭ്യാസത്തില്. ഇപ്പൊ ഇല്ലാത്തതും അതാണ്. അപ്പൊ ഈ ആയുർവേദം പഠിച്ച് ഈ ദിനചര്യ പഠിച്ച് അതനുസരിച്ചാൽ മാത്രം പോരാ, കുറച്ചൊക്കെ സുഭാഷിതവും പഠിക്കണം. എന്നാ ഒരു ധൈര്യം കൈവരിക്കും, ദൃഢതയുണ്ടാവും, നിശ്ചയദാർഢ്യം ഉണ്ടാവും. നമ്മളെ വിദ്യാഭ്യാസത്തില് പ്രൈമറി വിദ്യാഭ്യാസത്തിൽ സുഭാഷിതം ഉൾപ്പെടുത്തിയേ തീരൂ. ആ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയാ അവിടെ ഉണ്ടോ സുഭാഷിത പഠനം? സുഭാഷിതങ്ങൾ ഉണ്ടോ ആ ഭാഗത്തൊക്കെ? എന്താ ഉദ്ദേശിക്കുന്നത് ഭാഷിതം? സുഭാഷിതം എന്ന് പറഞ്ഞാല് ഇപ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പറഞ്ഞില്ലേ, ലോഭമൂലാനി പാപാനി, ഇഷ്ടമൂലാനി ശോകാനി, രസമൂലാ ധ്രുവംഗത, ത്രിണി തെക്വാ സുഖീ ഭവ. ഇങ്ങനത്തെ ശ്ലോകങ്ങളാണ് സുഭാഷിത ശ്ലോകങ്ങൾ എന്ന് പറയുക. നമ്മളെ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു. അജ്ഞസുഖമാരാധ്യ, സുഖതരം ആരാധ്യതേ വിശേഷജ്ഞ, ജ്ഞാനലവ ദുർവിദഗ്ധം നരം ബ്രഹ്മാപിന രഞ്ജയന്തി. ഈ ജാതി പഠനങ്ങളാണ്. അത് ചെറിയ 4 വരി ശ്ലോകങ്ങളാണ്. നിന്ദന്തു നീതി നിപുണ യതിവാസ്തുവന്തു ലക്ഷ്മി സമാവിശതുവാ ഗച്ഛതുവാ യഥേഷ്ടം അദ്യേവാ മരണമസ്തു യുഗാന്തരേവ നയ്യാത്പഥ പ്രവിചലന്തി പദം നദീര. ഇതൊക്കെ സുഭാഷിതങ്ങളാണ്. അപ്പൊ ഇത്തരം 4 വരികള് ശ്ലോകങ്ങള് ചെറുപ്പകാലങ്ങളിൽ പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. പിന്നെ കേയൂരാണിന ഭൂഷയന്തി പുരുഷം ന ഹാരോ ന ചന്ദ്രോജ്വലം ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാ മൂർധജ വാണ്യേകാസമലങ്കരോതി പുരുഷം യാ സംസ്കൃത ധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. വാക്കിനെ കുറിച്ചാണ്, വിദ്യയെക്കുറിച്ച്. ഇങ്ങനത്തെ ഇതാക്കുന്ന സുഭാഷിതങ്ങൾ എന്ന് പറയും. ഇപ്പൊ മനസ്സിലായോ സുഭാഷിതം എന്താന്ന്? മനസ്സിലായി. ഇങ്ങനത്തെ പഠനങ്ങൾ ആ ഭാഗത്തുണ്ടോ എന്നൊക്കെ അറിയില്ല. ഇല്ല, എന്റെ അറിവിലില്ല. ഇവിടെയും ഇപ്പോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. നമ്മളൊക്കെ ഇത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതല്ല. അച്ഛനും അമ്മയോ പറഞ്ഞൊന്ന് പഠിക്കുന്ന ചെറുപ്പകാലങ്ങളെ. ചെറുപ്പകാലം നാമം ചെല്ലില്ല, അപ്പൊ ഓരോ ശ്ലോകം ഉണ്ടാവും. ചെറുപ്പത്തിൽ സുഭാഷിതങ്ങൾ ഉണ്ടാവും. ഒരു രസത്തിന് പഠിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ ഓരോ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും, അക്ഷര ശ്ലോകമൊക്കെ ഉണ്ടാവും. അതിലൊക്കെ അത് ഉപയോഗിക്കും. നല്ല രസകരമാണ് അതൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞതില്ലേ, അജ്ഞസുഖമാരാധ്യ. ഒരു വിവരമില്ലാത്തവരെ പെട്ടെന്ന് നമ്മൾ സന്തോഷിപ്പിക്കാൻ പറ്റും, പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. സുഖതരം ആരാധ്യതയെ വിശേഷജ്ഞ, നല്ല വിശേഷജ്ഞാനമുള്ളവരെ വളരെ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അല്പജ്ഞാനികളെ,
ജ്ഞാനലവ ദുർവിധഗ്ധം നരം അല്പജ്ഞാനികളെ ബ്രഹ്മാപി നിരഞ്ജയന്തി. ബ്രഹ്മദേവൻ കൂട്ടിയാൽ പോലും സന്തോഷിപ്പിക്കാൻ സാധിക്കാൻ. ഇപ്പോ അല്പജ്ഞാനികളുടെ എണ്ണം അഥവാ അല്പജ്ഞാനികളുടെ ബാഹുല്യമുള്ള കാലമാണ്. വിദ്യാഭ്യാസം അറിവുണ്ടാക്കാനാണോ, അറിവ് ഇല്ലാണ്ടാക്കാനോ, അതോ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണോ എന്ന് അറിയില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ പിന്നെ കുഴപ്പമില്ല, അത് കൺക്ലൂഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഈ അല്പജ്ഞാനികളുടെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. വീണ്ടും വീണ്ടും ചോദിക്കും. ഇവിടെ ഇഷ്ടം പോലെ ഒരു ആജാതി രോഗികള്, ചിലപ്പോ നമ്മൾ തലവേദന എടുക്കും. അങ്ങനെയാണ്. ഒരു 10 പ്രാവശ്യം വീണ്ടും വീണ്ടും ചോദിക്കും, എന്നാലും സംശയം തീരില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. അത് വിവരമില്ലാഞ്ഞിട്ടാണ്, അറിവില്ലാഞ്ഞിട്ടാണ്, വിദ്യാഭ്യാസത്തിന്റെ ഒരു വൈകല്യം. അതേപോലെ നേരത്തെ പറഞ്ഞില്ലേ, ഈ മറ്റേ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ നീതിമാന്മാരെ ചിലപ്പോ നിന്ദിക്കും, ചിലപ്പോ വാഴ്ത്തും, ചിലപ്പോ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വരും, ചിലപ്പോ ഒരു യുഗം കഴിഞ്ഞിട്ടേ മരിച്ചുള്ളൂ എന്ന് വരും, ചിലപ്പോ ധനം വന്നു എന്ന് വരും, ചിലപ്പോ ധനം പോയി എന്ന് വരും. അതൊന്നും പ്രശ്നമല്ല. നയ്യാത്പഥ പ്രവിചലന്തി പദം നദീര. ന്യായത്തിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വിട്ടു നിൽക്കാൻ പാടില്ല ധീര. അതാണ് ധീരത ലക്ഷണം. ധൈര്യത്തിന്റെയും ബുദ്ധിമാന്മാരുടെയും ലക്ഷണം. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. നീതിമാന്മാർ ചിലപ്പോ പലരും ചിലപ്പോ നിന്ദിക്കും, ചിലപ്പോ വാഴ്ത്തും, അതൊന്നും പ്രശ്നമല്ല. ധനം വന്നു പോയി, അത് പ്രശ്നമല്ല. ചിലപ്പോ പെട്ടെന്ന് മരിച്ചു പോകും, കുറെ കാലം കഴിഞ്ഞ് മരിച്ചു പോകും, അതും പ്രശ്നമല്ല. നയ്യാത്പഥ പ്രവിചലന്തി പദം നധീരാ. ന്യായത്തിന്റെ മാർഗത്തിന് ഒരു അണുവിട വിടാൻ പാടില്ല ധീരന്മാർ. അപ്പൊ എന്തായി? അത് പഠിച്ചു കഴിഞ്ഞാല് അത്തരം ധീരതയോടെ ജീവിക്കാനുള്ള ഒരു ശേഷി, ഒരു ആഗ്രഹം, ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാവും. കുട്ടികളില്, വലിയവരിലുണ്ടായിട്ട് കാര്യമില്ല. ഈ ഒരു 12 വയസ്സ് 16 വയസ്സിന് മുമ്പ് പഠിപ്പിക്കണത് ബാല്യത്തിന്. ആഷോർസാൽ ബാല്യം എന്നാ പറയാ. 16 വയസ്സിന്റെ മുൻപേ ഒരു 10-12 വയസ്സിൽ തുടങ്ങണം. 10 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങണം പഠിക്കല്. സുഭാഷിതം പരീക്ഷ പാസ്സാവാൻ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊക്കെ പരീക്ഷ പാസ്സാവാനല്ലേ ട്യൂഷനും ഒക്കെ ഓരോന്നും ചെയ്യണത്, പഠിക്കണത്. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ജീവിതം നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിനു വേണ്ടി ഇത് പഠിക്കണം, അത് മറക്കാതെ പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ അനേകം വളരെയധികം സുഭാഷിതങ്ങളുണ്ട്. സുഭാഷിതം നന്നായിട്ട് ഭാഷണം ചെയ്യുന്നത്, നല്ലത് നടത്തും, നല്ല കാര്യങ്ങൾ നടത്തും. സുഭാഷിതങ്ങൾ ഇപ്പൊ അത് ഇവിടെയൊക്കെ ഇപ്പോ ഈ പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ അതില്ല, ഇവിടെ ഇല്ല. കാരണം എന്താ വെച്ചാൽ നല്ല ആൾക്കാരെ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊഴിലധിഷ്ഠിതമാണ്, തൊഴില് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പഠനമാണ്. വ്യക്തികൾ നേരെയാവാനുള്ള ഒന്നുമില്ല, സ്വഭാവം നേരെയാവാനുള്ള വിദ്യാഭ്യാസം ഇല്ല. പിന്നെ മോറൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടതല്ലാതെ അതില്ല. എന്താവണം, എന്താവരുത്, എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അതിന്റെ ശീലിക്കലും ഇല്ല. അപ്പൊ ഒരു അലകും പിടിയും മാറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം പരിഷ്കരിക്കണം. എന്നാലേ ലോകം നേരെയാവുള്ളൂ. എല്ലാ ഭാഗത്തും, എല്ലാ രാജ്യങ്ങളിലും. ഇപ്പൊ ചില ഇവര് ചിന്മയ മിഷൻ അങ്ങനെ കുറെ സാധനം ഇവരൊക്കെ കുറെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രവൃത്തികള്. വിവേകാനന്ദ കേന്ദ്രം, ചിന്മയ മിഷൻ, അവരൊക്കെ കുറെയൊക്കെ സുഭാഷിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തോന്നുന്നു.
പാഠ്യേതരമായിട്ട്. ഭർതൃഹരി രാജാവായിരുന്നു ഉജ്ജയിനിയിലെ. അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് വളരെയധികം എളുപ്പമുള്ള, പഠിക്കാൻ എളുപ്പമുള്ളതും ഓർമ്മിക്കാൻ എളുപ്പമുള്ളതും. അത് നമ്മൾ ആഹാര കാര്യങ്ങളിൽ, ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ പൊതുവെ സാധാരണ മേശപ്പുറത്തോ അല്ലെങ്കിൽ നിലത്തോ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കേണ്ട രസങ്ങള്, അതിൻ്റെ ആഹാര രീതികൾ, അതിൻ്റെ ദ്രവ്യങ്ങളൊക്കെ പറയും. അത് കൂടാതെ ആഹാരം വിളമ്പി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിലെത്തുന്ന ആഹാരം ആ രീതിയിലാവാൻ എത്ര ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ടാവും? അവരെ നമുക്ക് അറിയില്ല, ചിലപ്പോ എല്ലാവരും അറിഞ്ഞോളന്നില്ല. പക്ഷെ എങ്കിലും ഒരു മനുഷ്യപ്രയത്നം ഇല്ലാണ്ടത് വരില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഒരു നമസ്കാരം കൊടുക്കുക, അതെങ്കിലും ചെയ്യണം. അല്ലാതെ പ്ലേറ്റിൽ വന്നു പറഞ്ഞെടുത്ത് തിന്നാൻ തുടങ്ങരുത്. അതിനെയാണ് ഭോജനമന്ത്രം. അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം വായിൽ കൂടെ വന്ന് വേണ്ടത് അബ്സോർബ് ചെയ്ത് വേണ്ടാത്തത് മലരൂപത്തിലും മൂത്രരൂപത്തിലും പോകും. അപ്പൊ മലമൂത്ര പ്രവൃത്തികളും ആഗിരണവും അബ്സോർപ്ഷനും യഥാവിധി ആയാൽ ആരോഗ്യം വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളാവാം, സങ്കല്പമാവാം. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്, ദഹനേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഭയം വന്നാൽ ദഹനേന്ദ്രിയത്തിന്റെ വ്യവസ്ഥയ്ക്ക് സെക്രേഷന് മാറ്റം വന്നു. അപ്പൊ യാതൊരു മാനസിക വൈഷമ്യം വരാത്ത രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ. അതിന് പരമപ്രധാനം ആഹാരമാണ്. സാധാരണഗതിയിൽ ഇവിടെ ഒരു അനുഷ്ഠാനമുണ്ട്, ഈ ഭോജനമന്ത്രം എന്ന് പറയും. ഭോജനമന്ത്രത്തിൽ പല ആൾക്കാർ പല രീതിയിൽ അത് ബ്രഹ്മാർപ്പണമായിട്ട് കഴിക്കും. അത് പൊതുവെ വെറുതൊന്നും ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കും. എങ്ങനെയായാലും അന്നം ബ്രഹ്മമായിട്ടുള്ള സങ്കല്പമുണ്ട്, ആഹാരം ആണ് ദൈവം എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ജഠരാഗ്നി മൂലം യഥാവിധി പാചനം സംഭവിച്ച് അബ്സോർബ് ചെയ്യട്ടെ, പരിണാമം സംഭവിക്കട്ടെ എന്ന് സങ്കല്പിച്ചാലും മതി. അതും ഭോജനമന്ത്രം തന്നെയാണ്. അതാണ് ഈ പഞ്ചവായുക്കളെ സ്മരിക്കല്. പ്രാണൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ, അപാനൻ. ഈ 5 വായുക്കളെ സ്മരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ വെറുതെ മനസ്സിൽ നല്ലത് വരട്ടെ, ഇതുണ്ടാക്കി കൊണ്ടുവന്ന ആൾക്കാർക്കൊക്കെ നമസ്കാരം എന്നുകൊണ്ട് തുടങ്ങുക. ആദ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം വെള്ളം കുടിക്കണം, ഒരു മുടല് വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞിട്ട് തന്നെ ആഹാരം തുടങ്ങാവൂ. കഴിക്കുന്ന ആഹാരം ആദ്യം തുടങ്ങുന്നത് മധുരരസമായിട്ടുള്ളതാണ്. അപ്പോ മധുരരസമായിട്ടുള്ള ഷഡ്രസം മധുരപ്രായം. മധുരരസമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ഉണ്ട്, പായസമോ ഒക്കെ ആവാം. അതല്ലാതെ ഇവിടുത്തെ ഒരു കീഴ്വഴക്കം പരിപ്പാണ്, നെയ്യുമാണ്. നെയ്യും ചോറും. നെയ്യ് എന്ന് പറഞ്ഞാൽ പശു നെയ്യ്, അത് മധുരരസത്തിൽ ശ്രേഷ്ഠമാണ്. അപ്പൊ ആദ്യം നെയ്യ് കൂട്ടി ഊണ് കഴിക്കും. മധുരരസത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ദ്രവ്യമാണ് നെയ്യ്. അപ്പോൾ നെയ്യ് തന്നെ നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ള ആദ്യം സേവിക്കുന്നു. നെയ്യിന്റെ ഗുണം വേറെയും കിട്ടും നമുക്ക്. അത് മുൻപ് പറഞ്ഞല്ലോ, മുൻ ക്ലാസ്സുകളിൽ നെയ്യിന്റെ ഗുണം 2 ക്ലാസ്സിലിട്ട് പറഞ്ഞതുകൊണ്ട്. നെയ്യ് പിത്തത്തിന്റെ ശമനൌഷധം കൂടിയാണ്.
അത് കൂട്ടി ഊണ് കഴിക്കും. പിന്നെ നമ്മൾ എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അത് കൂട്ടി കഴിച്ച് അവസാനം കുറച്ച് ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും മോരോ സംഭാരോ കൂട്ടി ഊണ് കഴിക്കും. അപ്പൊ ആദ്യം സേവിക്കേണ്ടത് മധുരമാണ്. പാൽക്കഞ്ഞി കുടിക്കുന്ന ആൾക്കാർക്ക് അത് വേറെയാണ്. അവർക്ക് പുളിപ്പ് രസമുള്ളതൊന്നും പാടില്ല, ഉപ്പ് രസമുള്ളതും പാടില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ടായിട്ടൊരു അനുഭവമാണ്. ഇവിടെ ഒരു 92 വയസ്സ് കഴിഞ്ഞൊരു അമ്മ ഉണ്ട്. അവർ കുറെ കാലമായിട്ട് പാൽക്കഞ്ഞി കുടിക്കും. അപ്പൊ ആരോ പറഞ്ഞു ഉപ്പിടണതില്ല, ഉപ്പിട്ട് ഉടനെ കഴിക്കും അവര് കുറെ വർഷമായിട്ട്. അവർക്കിപ്പോ ഈ കുടലിന്റെ മൂവ്മെന്റ് ഇല്ലാണ്ടേ മരം പോവില്ല, കട്ടായി നിൽക്കുകയാണ്, കഷ്ടപ്പെട്ടു. അവരാണെങ്കിലോ പുറമെ എവിടെയും ചികിത്സയ്ക്ക് പോവില്ല. ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ ഏതാണ്ട് ശരിയായി. പ്രായമായില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു അപത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സൂക്ഷ്മമായിട്ട് ചോദിച്ചപ്പോഴാണ് വൈകുന്നേരത്തെ ഭക്ഷണം എങ്ങനെയാണ് ചെയ്യണമെന്ന്, പാൽക്കഞ്ഞി. അപ്പൊ ഉപ്പിടുന്ന കാര്യം വീണ്ടും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാ പാൽക്കഞ്ഞി ഉണ്ടാക്കണേ, അതിന്റെ കൂടെ എന്തൊക്കെയാ കൂട്ടണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഉപ്പിട്ടിട്ട് കഴിക്കും. വിരുദ്ധാഹാരമാണ്, ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് വരില്ല. അത് നിരന്തരം ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഘടനയെ മാറും. അത് അനുഭവമായി. അത് മാറ്റിയപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ശരിയാവും ചെയ്തു. ഇപ്പൊ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് പോയിട്ടില്ല. അതാണ് ആഹാരത്തിലെ ചെറിയ മാറ്റങ്ങൾ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിലെ ഈ പോളിഷ് ചെയ്ത അരികള്, അമിതമായിട്ട് പോളിഷ് ചെയ്ത അരികളുണ്ട്. നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ ജാസ്തി കഴിക്കുന്ന, അത് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഒരു വിഭാഗം ആൾക്കാർക്ക് ദഹിക്കാനുള്ള ശേഷി കുറയും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫൈബേഴ്സ് ഉള്ളതായിട്ടോ പച്ചക്കറികളോ ജാസ്തി കഴിക്കണം. അത് ചിലവർ കഴിക്കൂല. അപ്പൊ ആഹാരത്തിൽ നമ്മൾ എന്തൊക്കെ വേണം, എന്തൊക്കെ അരുത്, എത്രയാവാം എന്നുള്ള നിയമനമുണ്ട്. അതാണ് നമ്മുടെ എന്താണ് ആഹരിക്കേണ്ടത്, എങ്ങനെയാ കഴിക്കേണ്ടത്, എപ്പോൾ കഴിക്കണം, എത്ര മാത്ര വേണം, ഡോസേജ് എത്രയാണ്. മാത്രാശീതിയും എന്ന അധ്യായം, 8ാമത്തെ അധ്യായം. അത് വരുമ്പോ അന്നരക്ഷാധ്യായം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നത് വേറെയാണ്. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോ ഈ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പൊ ഒരു കുറച്ച് ചുരുക്ക രീതിയിലാണ് ഇത്രയും സമയം പറഞ്ഞത്, ഒന്നും വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാക്കാനോ അതിൽ ചോദ്യം ചോദിക്കാനോ സംശയം ജനിപ്പിക്കാനോ ഉതകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ സംശയങ്ങളും എന്ത് വേണമെങ്കിൽ ചോദിക്കാം, സംശയനിവൃത്തി വരുത്താം. സംശയനിവൃത്തി വന്നാലെയാണ് അത് ഉറച്ചു നിൽക്കുള്ളൂ, ബോധ്യപ്പെടുള്ളൂ. അത് മാത്രം പോരാ, അത് പരീക്ഷിച്ച് നോക്കുക കൂടി വേണം, എന്നിട്ട് ബോധ്യപ്പെടുന്നു. സംശയങ്ങൾ എന്തേലും? തോന്നുന്നുണ്ട് ആവാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ആക്കാം. ഇവിടെ കാലാവസ്ഥ മാറി, മഴയൊക്കെ പോയി.